ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു സിപ്പാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറയുക, ഞാൻ ഇതുവരെ ഒരു ബാഗിലും കാണാത്തൊരു കാര്യമാണ്. നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ബാഗിലൊക്കെ സൈഡിൽ ഇങ്ങനെ കുട വയ്ക്കാനായിട്ട് ഒരു ഭാഗം ഉണ്ടാവുമല്ലോ. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹാൻഡ് ബാഗിന് ഇതുപോലൊരു അറ കാണുന്നത്, കുട വയ്ക്കാനായിട്ടൊരു ഭാഗം. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ പണികളും കഴിഞ്ഞ് ഫോണിൽ വീഡിയോസ് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ദക്ഷിണ ചാനലിലെ മുത്തശ്ശൻ ചോറ് പൊതിയുന്നത് കാണുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചാനലാണ് കേട്ടോ ദക്ഷിണ ചാനൽ. അതിലെ മുത്തശ്ശൻ, ഈ മുത്തശ്ശി, അവരുടെ അവതരണമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ സ്ഥലവും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ മുത്തശ്ശൻ ചോറ് പൊതിയുന്നത് കണ്ടുനോക്കുമ്പോൾ എനിക്കൊരാഗ്രഹം, ഒരു പൊതിച്ചോറ് കഴിക്കണം എന്നുള്ളത്. ഇന്നാണെങ്കിൽ ഇവിടെ വലിയ വിഭവങ്ങളൊന്നുമില്ല. ഒരു നോർമൽ ഡേ, ഒരു ചോറ്, കറി, ഉപ്പേരി, മീൻ വറുത്തത്, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ മീൻ വറുത്തത് എന്തോ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ചില ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് വന്നാൽ നമ്മളെക്കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ അങ്ങ് സാധിപ്പിച്ചെടുക്കണമല്ലോ. വലിയ വിഭവങ്ങളൊന്നും നോക്കിയില്ല. ഈ പൊതിച്ചോറിൻ്റെ പ്രത്യേകത ഒരുപാട് വിഭവങ്ങളുണ്ടോ എന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ ഇലയൊക്കെ വാട്ടിയെടുത്ത് അതുകൊണ്ട് പൊതിഞ്ഞ് പിന്നീട് അതങ്ങ് തുറന്ന് വരുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അപ്പോഴാണ് പൊതിച്ചോറിനെ ഒന്നുകൂടി കൊതിയാക്കുന്നത്. അപ്പം ഞാനൊരു ഇലയൊക്കെ പൊട്ടിച്ചു കൊടുന്നു, ഇല വാട്ടി. അപ്പോൾ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്നങ്ങ് വിചാരിച്ചു കേട്ടോ. വലിയ വിഭവങ്ങളൊന്നും ഇല്ലയെന്ന് ഞാൻ ആദ്യമേ പറയാം. ഒരു ഉപ്പേരിയുണ്ട്, ഒരു ചമ്മന്തിയുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്കിന്ന് കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്. എൻ്റെ ഒരു സെറ്റ് മുണ്ട് ഡ്രൈ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോകാനുണ്ട്. അപ്പോൾ എന്താ വിചാരിച്ചേ, അത് എന്തായാലും പുറത്ത് പോകണം. അപ്പോൾ ചോറ് പൊതിഞ്ഞിട്ട് ഇവിടെ വെക്കാം, എന്നിട്ട് ഡ്രൈ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അങ്ങനെ ആകുമ്പോൾ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ പൊതിച്ചോറ് എടുത്ത് അങ്ങ് കഴിക്കാമല്ലോ. അതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നമുക്കിവിടെ ആരും പൊതിച്ചോറ് ഉണ്ടാക്കി തരാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ വലിയ അറിവൊന്നുമില്ല, എങ്ങനെ പൊതിച്ചോറ് പൊതിയുക എന്നുള്ളത് വലിയ അറിവൊന്നുമില്ല. എന്നാലും ശരി, ഒരു പൊതിച്ചോറ് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, ആർക്കും അല്ലല്ലോ, നമുക്ക് വേണ്ടിയിട്ടല്ലേ, അത്രയേ ഉള്ളൂ. ചില സമയത്തുണ്ടല്ലോ, കേട്ടാൽ ചിരി വരും. എനിക്ക് ബിരിയാണി കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതി തോന്നും. ഭയങ്കര കൊതി എന്ന് പറഞ്ഞാൽ ഒരു തരം പ്രാന്തൻ കൊതി എന്നൊക്കെ പറയാം. അങ്ങനെ കൊതി വരും. അപ്പം ഞാനെന്താ ചെയ്യുക, പെട്ടെന്ന് നമുക്ക് ബിരിയാണിക്ക് ആഗ്രഹം തോന്നിയാൽ ബിരിയാണി കിട്ടണം എന്നില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ വല്ല വീഡിയോസിലോ അങ്ങനെയൊക്കെ ഇങ്ങനെ ബിരിയാണിയുടെ വീഡിയോസും ഫോട്ടോസും കാണുമ്പോൾ എനിക്ക് കൊതി ഇങ്ങനെ കൂടി വരും. പതുക്കെ കൊതി കൂടി വന്നിട്ട് പതുക്കെ പിന്നെ കൊതി ഇല്ലാതാവും. ചില സാധനങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഭക്ഷണത്തിൻ്റെ കാര്യമാണേ അത്. അപ്പോൾ ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നും. അപ്പോൾ ഇതാ എൻ്റെ പൊതിച്ചോറിൽ ഇത്ര വിഭവങ്ങളേ ഉള്ളൂ കേട്ടോ. ഒരു പൊതിച്ചോറ് എന്ന് വെച്ചാൽ ഒരുപാട് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു പൊതിച്ചോറ് അങ്ങനെ പറയാമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എടപ്പാൾ പോകണം. അപ്പോൾ പോയി, ഇപ്പോൾ ഭയങ്കര ചൂടുമാണ്. അങ്ങനെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ ചോറ് വിളമ്പി നമ്മുടെ മുന്നിൽ വെച്ച് തരുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് ആരും ചോറ് വിളമ്പി മുന്നിൽ വെച്ച് തരാൻ ആരുമില്ല. അപ്പോൾ അതുപോലെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇതെടുത്ത് അങ്ങ് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ കുഴപ്പമില്ല, നമുക്കിങ്ങനെ വിളമ്പെടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ എടുക്കുക, കഴിക്കുക. പിന്നെ ഇതിൽ കറി ഉണ്ട് കേട്ടോ. ഒന്ന് സാമ്പാറാണ് വെച്ചിരിക്കുന്നത്. സാമ്പാർ ഞാൻ വിചാരിച്ചു കഴിക്കാൻ സമയം ഒരു ചെറിയൊരു പാത്രത്തിൽ എടുത്ത് കഴിക്കാൻ വിചാരിച്ചു. ഇതിൽ ഒഴിച്ചാൽ പിന്നെ എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ ചോറിൽ ഇങ്ങനെ കറിയെല്ലാം കുഴഞ്ഞ് കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതെ, നമ്മുടെ പൊതിച്ചോറ് റെഡിയായി. ഇനി ഞാൻ പറഞ്ഞു, സെറ്റും കൊണ്ട് ഒന്ന് മടക്കിയെടുക്കണം, ഡ്രൈ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാൻ ഡ്രസ്സൊക്കെ പോയി മാറ്റിയിട്ടോ, എല്ലാം റെഡിയായി. ഇനി പോവേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ സെറ്റും കൊണ്ട് ഒന്ന് മടക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ സെറ്റും കൊണ്ട് എടുത്തത് കഴിഞ്ഞൊരു ദിവസത്തിൽ ഞങ്ങൾക്ക് തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവാതിരക്കളിക്ക് വേണ്ടിയിട്ടാണ് ഈ സെറ്റും കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും കൂടെ തിരുവാതിരക്കളി ഉണ്ട്. എനിക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് എന്നാണ് ഏതാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സെറ്റും കൊണ്ട് ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുക്കണം. അപ്പോൾ സെറ്റും കൊണ്ടൊക്കെ ഒന്ന് മടക്കിയെടുക്കണം. ഞാൻ ഇതുവരെ കഴുകിയിട്ടില്ല കേട്ടോ. ഈ ചില സെറ്റും കൊണ്ട് നല്ല ഒരുവിധം സെറ്റും കൊണ്ടുകളൊക്കെ നമ്മളായിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പുതുമ അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ ഡ്രൈ ക്ലീൻ ചെയ്യാനൊക്കെ കൊടുത്താൽ സെറ്റും കൊണ്ടൊക്കെ എന്നും പുതിയതുപോലെ, സെറ്റും കൊണ്ടല്ല എന്താണെങ്കിലും. പിന്നെ സെറ്റും കൊണ്ടൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും കൊടുക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എപ്പോഴും അത് നല്ല വൃത്തിയിൽ നീറ്റായിട്ട് തന്നെ എപ്പോഴും ഒരു പുതുമ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സെറ്റും കൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് തിരുവാതിരക്കളിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച സെറ്റും കൊണ്ടാണ്. എന്തായാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഇതുപോലൊരു ലൈന് വരുന്നുണ്ട്, പക്ഷെ അത് ദൂരെ നിന്നാണെങ്കിൽ കാണില്ല. എന്നാലിത് നല്ല രസമാണ്, നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സെറ്റും കൊണ്ടൊക്കെ ഒന്ന് എടുത്തു. ഇനി അത് കവറിലൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ.
പിന്നെ ഇനിയിപ്പോൾ ചൂട്, അതാണ് എനിക്കിപ്പോൾ ഒരു പുറത്തിറങ്ങാൻ ഭയങ്കര മടി, ഭയങ്കരമായിട്ട് ചൂടാണ്. അപ്പോൾ ഇനി എന്തായാലും പോയല്ലേ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബാഗ്. അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ബാഗ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു വ്യക്തി എനിക്ക് സമ്മാനിച്ചൊരു ബാഗാണ് കേട്ടോ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ. അപ്പോൾ ഈ ബാഗിന് ഇത്രയും കുറച്ചൊക്കെ അരകളുണ്ട്, പക്ഷേ എനിക്കിതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു സിപ്പാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു ബാഗിലും കാണാത്തൊരു കാര്യമാണ്. നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ബാഗിലൊക്കെ സൈഡിൽ ഇങ്ങനെ കുട വയ്ക്കാനായിട്ട് ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹാൻഡ് ബാഗിന് ഇതുപോലൊരു അറ കാണുന്നത് കേട്ടോ, കുട വയ്ക്കാനായിട്ടൊരു ഭാഗം. ഈ ഒരു സ്ഥലം എനിക്ക് എന്തോ ഭയങ്കര കൗതുകം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കാണുന്നത് കൊണ്ടായിരിക്കും എനിക്കൊരുപാട് ആ ഒരു ഭാഗം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇവിടെ ഒരു സിബുണ്ട്. വലിയ വർക്കുകളിൽ എനിക്കിഷ്ടമല്ല, എന്തോ എൻ്റെ ഇഷ്ടം കണ്ടറിഞ്ഞ് മേടിച്ച് കൊടുന്ന പോലെ എനിക്ക് തോന്നുന്നത്. വലിയ വർക്കുള്ളതൊന്നും എനിക്കിഷ്ടമല്ല. പിന്നെ ഇതുപോലെ ഈ ഒരു കുട വയ്ക്കുക എന്തോ എനിക്ക് ഭയങ്കര കൗതുകം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മെറ്റീരിയലാണ്, ഒരു ഭയങ്കര സോഫ്റ്റാണത് തൊടുമ്പോൾ. അങ്ങനെ പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിലൊരു സിബുണ്ട്. ഇതിനങ്ങനെ വലിയൊരു ഇതില്ല, പക്ഷേ എന്നാലും ശരി നമുക്ക് അത്യാവശ്യം ചെറിയ പെന്നോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. പിന്നെ കുഞ്ഞൊരു ബോൾ ഇതിൻ്റെ സൈഡിൽ തൂങ്ങിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഫേവറേറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ കുട വയ്ക്കുന്ന ഭാഗമാണ് കേട്ടോ. ഇപ്പോൾ മഴയാണെങ്കിലും നമുക്കൊരു കവറിൽ അങ്ങ് ആക്കിയിട്ട് അതിനടിയിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഈ ബാഗിൻ്റെ കൂടെ ഒരു പേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല അറകളൊക്കെ ഉള്ള നല്ലൊരു പേഴ്സ്, നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല എനിക്ക് പറയാൻ വാക്കുകൾ, എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു ഈ ഒരു ബാഗും ഈ ബാഗിൻ്റെ കൂടെ കിട്ടിയ പേഴ്സും. പിന്നെ അതുപോലെ എൻ്റെ ഫേവറേറ്റ് ആ ബാഗിൻ്റെ ആ ഒരു ഭാഗവും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പോകാം. നല്ല വെയിലാണ്. അപ്പോൾ കുടയും ചൂടി ഞാനിത് എടപ്പാളിക്ക് പോവാണ് കേട്ടോ. എനിക്ക് പുറത്തൊക്കെ പോകുന്നത് ഇഷ്ടമാണ്, പക്ഷേ ഈ ഒരു വെയിലത്ത് പോകുമ്പോൾ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് കുറച്ച് മടിയാണ് പോകാൻ വേണ്ടിയിട്ട്. കാരണം ഈ പോകുന്നത് പോലെ ആവില്ല ഞാൻ തിരിച്ചു വരുമ്പോൾ. എനിക്ക് കുറച്ച് വെയിൽ കൊള്ളുമ്പോഴത്തേക്കും നല്ല തലവേദന ഉണ്ടായിരിക്കും. വീട്ടിലെത്തിയിട്ട് ഞാൻ ആദ്യം തന്നെ ചോറ് പൊതി അങ്ങ് തുറന്ന് ചോറിനാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടോ. ഞാനിതുപോലെ എന്തെങ്കിലും വെള്ളമൊക്കെ കലക്കി വയ്ക്കും, എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, ലൈമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കും. കാരണം എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ വേണ്ടി തോന്നും. പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് മടിയാണ്. അപ്പം ഞാൻ പോകുന്നതിന് മുൻപേ ഞാൻ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ വന്ന ഉടനെ അതെടുത്ത് അങ്ങ് കഴിക്കാമല്ലോ, അങ്ങനത്തെ കുറച്ച് ശീലങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ വന്നിട്ട് ഉണ്ടാക്കി അത് കഴിക്കുമ്പോഴത്തേക്കും ഞാൻ ടയേർഡാവും, പിന്നെ മടി പിടിച്ചിട്ട് പിന്നെ ചെയ്യാം, ഇനിയിപ്പോൾ കുറച്ച് ഗ്ലാസ് വെള്ളം അങ്ങ് കുടിച്ചാൽ മതി എന്നൊക്കെ വിചാരിക്കും. ഇതാകുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ. അപ്പോൾ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ലച്ചുവിനാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അവൾ ഒരുപാടായി പറയുന്നു ഒരു പച്ച ബ്ലൗസ് അവൾക്ക് വേണമെന്നുള്ളത്. അപ്പം ഞാൻ പോയിട്ട് വരുമ്പോൾ ഞാൻ അവൾക്കുള്ള ബ്ലൗസിനുള്ള മെറ്റീരിയലും കൂടെ വാങ്ങിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് പട്ടുപാവാടയ്ക്ക് ഇങ്ങനെ ടിഷ്യൂ മെറ്റീരിയലിൻ്റെ പട്ടുപാവാടയ്ക്ക് ആകുമ്പോൾ നമുക്ക് ഏത് കളർ ബ്ലൗസും മാച്ചാണല്ലോ. അപ്പോൾ അവൾക്ക് പച്ച ബ്ലൗസ് ഇല്ല. അപ്പോൾ പച്ച കളർ ബ്ലൗസ് വേണം, കയ്യിൽ പഫൊക്കെ വെച്ചിട്ടുള്ള ഒരു ബ്ലൗസ് വേണമെന്ന് ഒരുപാടായി പറയുന്നു. അപ്പോൾ എന്തായാലും ഒരു ബ്ലൗസ് അങ്ങ് തയ്ച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്ക് ഒരു ബ്ലൗസ് തയ്ക്കലാണ് ഇനിയുള്ള പരിപാടി കേട്ടോ.
സ്റ്റിച്ചിങ് ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പം ഞാൻ ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്ത കാരണമാണ് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോ ഒന്നും കാണിക്കാത്ത കേട്ടോ. അപ്പോൾ എന്തായാലും ലച്ചു സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും അവൾക്കുള്ള ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. ലച്ചു ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.